ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുത്തരി കൊണ്ടുള്ള പുട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുത്തരി വേണം. ഞാൻ രാത്രിയിൽ 1/4 കിലോ കുത്തരി എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിയിട്ട് വെച്ച് അത് രാവിലെ തോർത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. ഇതാണ് രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ച 1/4 കിലോ അരി. അത് രാവിലെ ഞാൻ നന്നായിട്ട് കഴുകി തോർത്തി വെച്ചിരിക്കുകയാണ്. ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ഇടത്തരം ജാറിൽ 2 പ്രാവശ്യമായിട്ട് വളരെ പെട്ടെന്ന് പൊടിച്ചെടുക്കാം. അരിപ്പൊടി പൊടിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പുട്ടുപൊടി നമുക്ക് വറക്കണ്ട, അരിക്കണ്ട, നേരിട്ട് അപ്പോൾ തന്നെ പുട്ടുണ്ടാക്കാവുന്നതാണ്. ഞാൻ പൊടിച്ചെടുത്ത പൊടിയാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് പാകത്തിനായിരിക്കണം, ഒരുപാടായിപ്പോയാൽ ഒരു വ്യത്യാസമുണ്ട്. ഇനി ഇത് യോജിപ്പിച്ച് അല്പം വെള്ളം ചേർത്ത് നമുക്ക് പുട്ടുപൊടി ഒഴിക്കുന്ന പോലെ കുഴച്ചെടുക്കാം. പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുട്ടിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. കാരണം ഞാനിന്ന് ചെറുതായിട്ട് ചൂടാക്കി അതിന് ശേഷം പുട്ടിൻ്റെ പൊടി ഇടാൻ പോവുകയാണ്. ഇത്തിരി തേങ്ങ ഇട്ടു. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നില്ല, താഴെ മുകളിൽ മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇത് ഒരു 5 മിനിറ്റ് വേവണം. നമ്മുടെ പുട്ട് റെഡിയായി. നല്ല സോഫ്റ്റ് പുട്ട്. വൈകുന്നേരം ആയാലും ഇതേ സോഫ്റ്റ്നെസ്സോടെ ഇരിക്കും. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you.